നമ്മൾ അമ്പലങ്ങളിൽ കല്ല് വെച്ചാണ് ദൈവങ്ങളെ ഭജിക്കുന്നത്. കല്ലിൽ എന്തെങ്കിലും ശക്തി ഉണ്ടോ? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കല്ലിലുണ്ട്. ഭൂമി തണുത്തുറഞ്ഞാണ് പാറയാകുന്നത്. പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. പാറ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിൽ നിന്നാണ് സ്വർണം, വെള്ളി, യുറേനിയം, തോറിയം, അതേപോലെ ഇരുമ്പ്, ചെമ്പ്, സ്വർണം, പെട്രോള്, ഡീസല്, കുടിക്കണ വെള്ളം എല്ലാം ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും മണ്ണിൽ നിന്നാണ്. അപ്പം മണ്ണിൻ്റെ പൂർവ്വ രൂപമായ കല്ലിന് എന്തുകൊണ്ട് ശക്തി ഉണ്ടാകുന്നില്ല? എല്ലാ ശക്തികളും ഈ കല്ല് ഉണ്ട്. നമ്മൾ മനുഷ്യരൂപത്തിലാണ് ദേവ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. മനുഷ്യനെപ്പോലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല. ഇത്തിരിയെങ്കിലും സ്നേഹവും ബഹുമാനവും കാണിക്കുന്നെങ്കിൽ മനുഷ്യരോട് മാത്രമാണ് എന്നും വിചാരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിനെ മനുഷ്യരൂപത്തിൽ സങ്കല്പം ചെയ്തു താന്ത്രികപരമായ രീതിയിൽ പൂജ ചെയ്ത് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എലിയും പുലിയും ആനയും കുതിരയും അതേപോലെ മയിലും പാമ്പും എല്ലാം ദൈവങ്ങളുടെ വാഹനമായിട്ട് വന്നത്. അപ്പോൾ പ്രകൃതിയെയും ഈശ്വരനെയും ചൈതന്യത്തെയും ജീവജന്തുക്കൾ എല്ലാവരും സമത്വ ചിന്തേന നമ്മൾ കാണേണ്ടതായിട്ടുമുണ്ട്. കല്ലിൽ സർവശക്തികളും ഉണ്ട് എന്നുള്ളതാണ് പരമരഹസ്യവും പരമസത്യവും.